കുറച്ച് കാലത്തിന് ശേഷം ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ പോലെ ഇന്ന് ശനിയാഴ്ചയാണ്. ഒറ്റ അടിച്ചു വാരി തുടങ്ങാന്ന് കരുതിയിട്ടുണ്ട്. അതിന് മാത്രമൊന്നുമില്ല, എന്നാലൊന്നും ചൂരൊടിച്ച് പോകുന്നു. അമ്മ അവിടെ അല്ലീനെ അമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ടാട്ടാ കോഴിക്കൂട് അങ്ങനെ മൂടി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പോകുന്ന സമയത്ത് നോക്കിയപ്പോൾ 3 മുട്ട ഉണ്ട്. അത് ഞാൻ ഒന്നും കൂടെ നോക്കണം, താഴോട്ടേക്ക് ഇവർ പൊട്ടിച്ചിട്ടിക്കണമെന്നുള്ളത്. പൊട്ടിക്കലും കുടിക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. മുട്ടൻ്റെ തോട് പോലും കാണാനില്ല. ഇപ്പം 2 മാത്രമേ കിട്ടിയുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരിടുന്ന മുട്ട ഓർക്ക് തന്നെ തികയാണ്ടായിട്ടുണ്ട്. കാൽസ്യക്കുറവോ മറ്റോ ആണെന്നാണ് നമ്മൾ യൂട്യൂബിൽ നോക്കിയ സമയത്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മുട്ട പൊടിച്ചിട്ടുള്ള അതിൻ്റെ തോടൊക്കെ അതിൻ്റെ ഫുഡിൽ ഇട്ട് കൊടുക്കേണ്ടിയിരുന്നു. എന്നാലും അവർക്ക് വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. അങ്ങനെ നമ്മൾ റൂമിൽ ജനൽ തുടങ്ങിയിട്ടുണ്ട്. ജനൽ ഞാൻ ജസ്റ്റ് നനഞ്ഞ തുണി വെച്ചിട്ട് തുടയ്ക്കുക. എല്ലാ ആഴ്ചയും തുടയ്ക്കുന്നുണ്ട്. അതിന് മാത്രം ഒന്നുമില്ല, ഒന്ന് ഓടിച്ച് പോകാനേ ഉണ്ടാവും. അകുമോനുണ്ട് ഇനി വൃത്തിയാക്കാനൊക്കെ. അങ്ങനെ ജനൽ തുടയ്ക്കുന്നതിന് ഇടയിൽ കൂടിയാണ് കണ്ണൻ പ്ലേ സ്കൂളിൽ നിന്ന് വിട്ട് വരുന്നത് കണ്ടത്. ജനൽ തടച്ചുകൊണ്ട് നിൽക്കുന്ന ആള് പെട്ടെന്ന് റൂട്ട് മാറ്റി അങ്ങോട്ടേക്ക് കണ്ടാൽ നോക്കുന്നുണ്ട്. വലിയമ്മ വന്നതാ നോക്കുന്നത്. അങ്ങനെ പിന്നെ അഭിനയം തുടങ്ങിയിട്ടുണ്ട് പോകണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ 1-2 പറഞ്ഞ് പോയി ആൾ അവിടെ എത്തി. ചേച്ചീൻ്റെ വണ്ടീൻ്റെ ഒച്ച കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ സ്വസ്ഥത ഉണ്ടാവും. പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോകാണ്ടിരിക്കൂല കേട്ടോ. അങ്ങനെ പോയിട്ടുണ്ട്. ജനലിൻ്റെ ഉള്ളൊക്കെ പേപ്പർ വെച്ച് വെക്കണ അവൻ്റെ പണിയാട്ടോ. ഈ റൂമിൽ മനുഷ്യവാസം ഇല്ലെങ്കിലും പല്ലികളും ഉറുമ്പുകളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കുന്നത്. അവരെ കൊണ്ടാണ് ശല്യം. എന്തൊക്കെ നോക്കിയിട്ടും അതിന് അങ്ങനെ മാറ്റാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ഫാന് കുറച്ചായിട്ട് പൊടി ഫാൻ അങ്ങനെ ഇടക്കും തട്ടലില്ല. 2-3 ആഴ്ച കൂടുമ്പോഴേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല പിടിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പുറത്തേക്ക് നോക്കിയാൽ അറിയാം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും വെളുക്കത്തിക്കൽ നടക്കൂല സമയത്ത് ആയതുകൊണ്ട്. അകുമം വന്നിട്ടില്ല കേട്ടോ. കളി കഴിഞ്ഞിട്ട് ഓനായിട്ട് വരില്ല. പിന്നെ കൃതി കൊണ്ടായി കൊടുക്കുക ചെയ്യും. ഓണം വിഷയൊക്കെ വരുമ്പോഴാട്ടുമ്പോൾ ഫാൻ സാധാരണ ലേറ്ററൊക്കെ വെച്ചിട്ട് തുടയ്ക്കാറുള്ളൂ. അത് മുകളിലോട്ട് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ആരെങ്കിലും ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വീണ് നടന്നാൽ കൂടെ ആരും കാണൂല. അതുകൊണ്ട് ഞാൻ അപ്പം പണിക്കൊന്നും പോയിട്ടില്ല. തുടയ്ക്കുന്നതിന് മുന്നേ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിച്ച് മാറ്റിയിട്ടുണ്ട്. പുതിയത് മാറ്റി വിരിക്കുന്നു. അങ്ങനെ മേലത്തെ പരിപാടി ഏകദേശം കഴിച്ചിട്ടുണ്ട്. ഇനി തുടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് പോയി പിന്നെ അമ്മൻ്റെ റൂമിലും ജസ്റ്റ് ഇതുപോലെ ജനലൊക്കെ തുടയ്ക്കാനും വർക്കേരിയയിലും മാത്രമേ ഉള്ളൂ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും.